നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു നഴ്സറിയാണ്. അവിടേക്കാണ് കേട്ടോ ചേച്ചി ഇപ്പോൾ പോകുന്നത്. അതിൻ്റെ ഫ്രണ്ടിലുള്ള കുറച്ച് പൂക്കൾ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിതിന് മുൻപിട്ടിരിക്കുന്ന ഡാഫഡിൽസ് തന്നെയാണ്, പല കളേഴ്സിലുള്ളത്. അവർ വളരെ ഭംഗിയായ രീതിയിൽ അവരുടെ ഫ്രണ്ട് സൈഡിൽ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ നാട്ടിലെ തനി പാറക്കൂട്ടങ്ങൾ. ഹസ്കിൻസിൻ്റെ ഫ്രണ്ട് സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടെ അതിമനോഹരമായ രീതിയിൽ നല്ല ഇലച്ചെടികൾ വെച്ച് അവർ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ബോർഡ് കാണിച്ചു തരാമേ. ഇതാണ് ഹസ്കിൻസ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ്സ് നടന്നാൽ മതി. ഞാൻ എപ്പോഴും വന്ന് ഇവിടെ ഒരു മണിക്കൂറൊക്കെ ചിലവഴിച്ച് എല്ലാ പൂക്കളുടെ ഭംഗി കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ റേഞ്ചിൽപ്പെട്ട ചെടികളാണ് ഇവിടുന്ന് വാങ്ങിക്കുന്നത്. ഇതെല്ലാം ഇവിടുത്തെ ചെടികളാണ്. ഹസ്കിൻസിൻ്റെ ഡോറിലൂടെ ഇങ്ങോട്ട് പുറത്തേക്ക് കിടക്കുമ്പോൾ ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ്. ഇത് മൊത്തം ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ്. ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. ഞാൻ നെക്സ്റ്റ് സെഷനിൽ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം കേട്ടോ. ഇത് മൊത്തം ഇതൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ എല്ലാം അങ്ങ് വാങ്ങിക്കാൻ തോന്നും. അങ്ങനത്തെ വിവിധ തരത്തിലുള്ള ചെടികളും പൂക്കളും പച്ചക്കറികളും ചെറുതും വലുതുമായ നമുക്ക് പ്രൈസ്, നമുക്ക് ഒതുങ്ങുന്ന പ്രൈസും ഉണ്ട്, ഒതുങ്ങാത്ത പ്രൈസും ഉണ്ട്. അങ്ങനെ ഒരു വലിയൊരു ഷോപ്പാണിത് ഹസ്കിൻസ്. ഇതൊരു സ്പെഷ്യൽ പൂക്കളാണ് കേട്ടോ. ഇതിൻ്റെ ഭംഗി നോക്കിയേ. ഇതിൻ്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ കേട്ടോ. ഇതിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത്, കളേഴ്സിനേക്കാൾ മനോഹരമാണ് ഇതിൻ്റെ ഇതളുകൾ. ഡിഫറെൻ്റ് നിറത്തിലുള്ള ഇതിങ്ങനെ വിടരാൻ വെമ്പി നിൽക്കുന്ന മുട്ട്. പിന്നെ അതേ ഇവിടുത്തെ ഇങ്ങനത്തെ എത്രയും കളേഴ്സ് ഉണ്ട്. ഞാനിതെന്തായാലും 2 വാങ്ങിക്കുന്നുണ്ട്. നമുക്ക് നടുമ്പം ഒരുമിച്ച് നടാം കേട്ടോ. നല്ല ഭംഗിയുള്ള കളേഴ്സിൻ്റെ വേറൊരു സെക്ഷനാണിത്. ഇതിൻ്റെ പേര് ഇതാണ്, പ്രൈമുല. പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ ഓറഞ്ച്, കടും ഓറഞ്ച് ഷെയ്ഡ്, പിന്നെ അതേ അതിൻ്റെ വേറെ ഡിഫറെൻറ്റ് കളേഴ്സ്. നമുക്കിത് ഷോപ്പായതുകൊണ്ട് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ എടുക്കുന്നതിന്. ടീനൊക്കെയുള്ളപ്പോൾ നമുക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം കേട്ടോ. നേരത്തെ ഞങ്ങൾ ഇട്ടില്ലായിരുന്നോ കമേലിയ, അതിൻ്റെ പ്ലാന്റ്സാണ് ഇവർ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. ചുമപ്പുണ്ട്, റോസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതൊന്ന് ഞാൻ ക്യാമറ ഇങ്ങോട്ട് തിരിക്കുവാണെങ്കിൽ അതിൻ്റെ വൈറ്റ്, അതിൻ്റെ വേറൊരു ബേബി പിങ്ക്, ക്യാമറയിൽ വരുമ്പോൾ വേറൊരു കളറായിരിക്കും അല്ലേ. ഇതെല്ലാം അതിൻ്റെയാണ്. ഇപ്പോൾ അതിൻ്റെ സീസണാണേ. ഇംഗ്ലീഷുകാരൊക്കെ ഒരുപാട് വാങ്ങിച്ചുകൊണ്ട് പോകും. ഈ സെക്ഷൻ എന്ന് പറയുമ്പോൾ അസീലിയ എന്ന് പറയും. നമുക്ക് പിടിച്ച് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട് ഇതിനകത്ത്. ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ടീനെ റാണി ഉള്ളപ്പോൾ എടുക്കാം കേട്ടോ. ഇത് ഞാൻ ഒരെണ്ണം എന്തായാലും വാങ്ങിക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് നടാം. അതെ, ഓക്കെ. ഇത് വൈറ്റാണ്, ഇത് വേറെ റോസ്, അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതാണ് അതിൻ്റെ പേര്, അസീലിയ. ചെടികളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വരുന്ന വഴി നടക്കുന്ന റോഡിൻ്റെ സൈഡിൽ നമ്മുടെ പണ്ടത്തെ കമ്മൽ പൂന്നല്ലേ നമ്മളിതിന് പറയുന്നത്. ഇതൊക്കെ ഇതിനൊന്നും ഇപ്പോൾ അധികം ഇമ്പോർട്ടൻസ് കാണില്ലായിരിക്കും. എന്നാലും ഇവിടെ ഇങ്ങനെ സൈഡിലൂടെ ഇതിങ്ങനെ ഒരുപാട് ഇങ്ങനെ പടർന്ന് കിടക്കുന്നുണ്ട് അവിടെ ഇവിടെയായിട്ട്. അപ്പം ഞാനൊരു ചെറിയ വീഡിയോ നിങ്ങളെ കാണിക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താ എൻ്റെ ഭംഗിയല്ലേ. എല്ലാം മഞ്ഞ കളറാണ്. അപ്പം ഇന്നിപ്പം കുറച്ച് ചെടികൾ വാങ്ങിച്ചു. തൊട്ടടുത്തുള്ള ഹസ്കിൻസ് എന്ന് പറഞ്ഞ ഒരു നഴ്സറിയിൽ നിന്നാണ് പോയി വാങ്ങിച്ചത്. അപ്പം നിങ്ങളുടെ കൂടെ ഒരുമിച്ച് നടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് അസീലിയ എന്നാണ് ഇതിൻ്റെ പേര്. കാണാൻ പറ്റുന്നുണ്ടോ? അസീലിയ. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഓറഞ്ചാണ്. ഓറഞ്ച് കളറാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അസീലിയ ഇതിൻ്റെ പേര്. ഇത് ഒരു പ്രാവശ്യം നമ്മുടെ വീട്ടിൽ കൊണ്ട് നട്ടിട്ട് പിടിച്ചില്ല. അത് പിടിച്ച് കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റോസൊക്കെ പോലെ എല്ലാ വർഷവും ഇത് വളരും. നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇതുണ്ട്. അപ്പം ഞാനിതൊന്ന് പറിച്ച് നമ്മുടെ ഇതിനകത്തേക്ക് നടുവാണ്. ഇതിങ്ങനെ ഇവിടെ വരുന്നത്. ഇതിൻ്റെ ഇതൊന്ന് അല്പം ഉടയ്ക്കണമെന്ന് അവർ പറയുന്നത്. ഉടച്ചിട്ടാണ് നട്ടാൽ പെട്ടെന്ന് പിടിക്കുമെന്ന് അവർ പറയുന്നത്. അപ്പോൾ ഒന്ന് പതുക്കെ ഉടച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. വേരൊന്ന് ഇളക്കി, എന്നിട്ട് അതിന് മുൻപ് നമ്മൾ ചാരവും ചാണകമൊക്കെ ഇടില്ലേ. അപ്പം ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മുട്ടത്തൊണ്ടും ചായപ്പൊടിയും കൂടിയാണ്. നമ്മൾ ആ സമയത്ത് തന്നെ അതൊന്ന് കഴുകിയെടുത്ത് വെച്ചിട്ട് പൊടിച്ചാൽ നല്ലത്. അത് പൊടിച്ചിട്ടില്ല, പൊടിക്കാണ്ട് തന്നെ മിക്സ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ അതൊന്ന് അല്പം ഒന്ന് വിതറി നമ്മൾ ചാണകവും ചാരമൊക്കെ ഇടുന്ന പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലവേഴ്സ് വരും എന്നാണ് പറയുന്നത്. എന്നിട്ട് ഒന്ന് ഇതാക്കാം. വലിയ ചട്ടി എടുത്തത് വലുതാവും ഈ
ചെടി, അതുകൊണ്ടാണ് വലിയ ചട്ടി എടുത്തത്. അപ്പം ഇതൊന്നങ്ങ് നടുവാണ്, അത്രേ നമുക്ക് ഉടയ്ക്കാൻ പറ്റുന്നുള്ളൂ. സെൻറ്ററായോ? എന്നിട്ട് നന്നായിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങളും കൂടെ ഉണ്ടല്ലോ, അപ്പം എന്തായാലും ഇത് വളരെ പ്രാവശ്യത്തെ. അപ്പം ഓറഞ്ച് നിറത്തിലുള്ള അസീലിയൊക്കെ ആയിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. നട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ പണ്ടത്തെ ഡാഫിഡിൽ ഒരു ഭംഗിക്ക് വെച്ചതാ. ഇനി കുറച്ച് ചെടികളും നടാനുണ്ട്. ഇത് കഴിയുമ്പോൾ അടുത്തത് കൊണ്ട് വരാം കേട്ടോ ചേച്ചി. ഇഷ്ടമായോ? വലിയ ചട്ടി. അടുത്തൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ പേരെന്താന്ന് കണ്ടോ? പ്രൊനൗൺസ് ചെയ്യാൻ കിട്ടുന്നുണ്ടോ പേര്? പക്ഷേ ഇതിൻ്റെ പേരിനേക്കാളും നിറത്തേക്കാളും ഒക്കെ ഭംഗി ഇതിൻ്റെ ഇതളുകൾക്കാണ്. നോക്കിയേ, നമ്മൾ പണ്ട് പാവാടയൊക്കെ ഇങ്ങനെ വളരെ അടുത്തടുത്ത് ഞെറി ഇട്ടേക്കണ പോലെ അല്ലേ? അടിപൊളിയല്ലേ ഇതിൻ്റെ ഇത്? പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നടാൻ പോവാണേ. ഇതിൻ്റെ പ്രശ്നം, ഇത് ഈ വർഷം നട്ടിട്ടുണ്ടെങ്കിൽ ഈ വർഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്ത വർഷത്തേക്ക് നമ്മൾ വേറെ നടണം. ഇത് പല പ്രാവശ്യം നമ്മൾ മേടിച്ച് നട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം മാത്രമേ വരുള്ളൂ. ഇത് അടുത്ത വർഷം വരില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പക്ഷെ നമ്മളിത് കാണുമ്പോൾ അങ്ങ് വാങ്ങിച്ചു പോവും. ഇതിൻ്റെ 3-4 കളേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഈ 2 കളേഴ്സാണ് ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്തിട്ട് എന്നോട് താഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ചൊക്കെ മണ്ണിട്ട് കൊടുത്താൽ പിന്നെ ഇച്ചിരി വളം ഇടാം. ഇനി വേറെ 2 കൂടി ഉണ്ട്. ഇതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അടുത്തത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല കേട്ടോ. അത് നമ്മുടെ കനകാമ്പരത്തിൻ്റെ ഒരു ചെറിയ ടൈപ്പ് പോലെ തോന്നും അല്ലേ? ഇതിൻ്റെ കളറാണെങ്കിലോ നമ്മുടെ തീപ്പെട്ടി കളറ്. ശരിക്കും നമ്മൾ പണ്ട് നമ്മൾ വരച്ചുകൊണ്ടിരുന്ന തീപ്പെട്ടി കളർ പോലെ തന്നെയുണ്ട്. അതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ പ്രിമുല എന്നാണ്. അതെ, പ്രിമുല പേര് നമ്മൾ കേട്ടിട്ടില്ല അല്ലേ അധികം. അപ്പോൾ എന്തായാലും ഞാനതിൻ്റെ 2 വെറൈറ്റി മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വയലറ്റ് നിറത്തിലുള്ളത് നമുക്ക് ഇതിനകത്ത് നടാമെന്ന് വിചാരിക്കുന്ന ചേച്ചി. അത് ഓക്കെ ആയിരിക്കില്ലേ? ഒന്ന് പതുക്കെ ഒന്ന് ഉടയ്ക്കാം. അതിൻ്റെ ഒന്ന് ഉടച്ചിട്ട് അല്പം വളം ഇടണ്ടേ? അപ്പം വളമൊക്കെ ഇട്ട് നമുക്കിതിനകത്ത് സെറ്റാക്കാം. കുറച്ച് മണ്ണ് എക്സ്ട്രാ വേണ്ടി വരും. ഈ മണ്ണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടുന്ന് നേഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്ന മണ്ണാണേ. നമ്മുടെ ഇവിടെയുള്ള മണ്ണ് നമുക്ക് അത്ര കിട്ടില്ല എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് തന്നെ മേടിച്ച് സെറ്റാക്കണതാണ്. അപ്പോൾ ഇതൊരെണ്ണം ഫൈനൽ ഞാൻ പിന്നെ ചെയ്യാം. അപ്പം ഇതും കൂടി നിങ്ങളെ കാണിക്കാം. ഇതും അതിൻ്റെ തന്നെ വേറൊരു കളറാണിത്. നല്ല തലയിലൊക്കെ ചൂടാൻ പറ്റിയ ഒരു കട്ടക്കനകാമ്പരം പോലെ ഉണ്ടല്ലേ? കുറേ വരുന്നുണ്ട് ഇതിൻ്റെ. അപ്പോൾ അതും ഇതുപോലെ തന്നെ പതുക്കെ ഒന്ന് മണ്ണുടച്ചിട്ട് കുറച്ച് വളം ഇട്ടിട്ട് നമുക്കിതിനകത്ത് നട്ടു കൊടുക്കാം. എന്നിട്ട് മണ്ണ് എക്സ്ട്രാ വേണം, അതിന് സൈഡിൽ കൂടെ മണ്ണിട്ട് കൊടുക്കണം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. കാർ പാർക്കാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ 3 നട്ടിട്ടുണ്ട് നിങ്ങളുടെ കൂടെ കേട്ടോ. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല വലുതായി നല്ല ഭംഗിയായിട്ട് കാണിക്കാം. ഓക്കെ, പേര് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ കേൾക്കാത്ത പേരുകളാണ്. ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടാവാടി ഇല്ലേ, അതിൻ്റെ ഒരു വലിയ ടൈപ്പ് പോലെ തോന്നും. ഇത് നോക്കിയേ, ഇതൊരു ബ്യൂട്ടിഫുൾ കളേഴ്സാന്ന് നോക്കിയേ. അതിങ്ങനെ ഞൊറിഞ്ഞ് വെച്ചിരിക്കണ പോലെ അല്ലേ? ഇത് കാണുമ്പോൾ നമ്മൾ അങ്ങ് വാങ്ങിച്ചു പോകും. അപ്പം നമുക്ക് ഇത് 2 നടാം കേട്ടോ. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ചട്ടിയിലൊക്കെ മണ്ണൊന്ന് അല്പം ഇളക്കിയിട്ട് വേണം നടണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ വേര് ഇറങ്ങി പോകില്ല. ഒരല്പം വളം ഇട്ടേക്കാം നമ്മുടെ ഒരു തൃപ്തിക്ക്. ഇത് വളരെ ഇതുപോലെ പതുക്കെ നുടച്ചിട്ട് ഇതിനകത്തേക്ക് അങ്ങ് താഴ്ത്തി വയ്ക്കാം. പിന്നെ കുറച്ചിങ്ങനെ പടർന്നു വരും. അടുത്തതും അതുപോലെ തന്നെ ചെയ്യാം. ഒന്ന് പതുക്കെ ഒന്ന് മണ്ണ് ഒന്ന് ഉടച്ച് കൊടുത്തിട്ട്, ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. പതുക്കെ ഭയങ്കര സോഫ്റ്റ് അത്. അല്പം വളം ഇട്ടിട്ട് കുറച്ചിട്ടാൽ മതി വളം, കാരണം ഇത് ഓൾറെഡി വളമുള്ള മണ്ണാണ്. എന്ത് രസമല്ല ഈ ഇതിൻ്റെ ഒരു പ്രിറ്റി കളേഴ്സ് കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട്. എല്ലാം കൂടി ഗാർഡനിൽ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ.